വാർത്താമഴയിലേക്ക് വീണ്ടും 24-നോട് മനസ്സ് തുറന്ന് വി മുരളീധരൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ മത്സരിക്കാനുള്ള താൽപര്യം തുറന്നു പറഞ്ഞ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കേരളത്തിൽ നിന്ന് ഇത്തവണ ബിജെപിക്ക് MP ഉണ്ടാവുമെന്നും വി മുരളീധരൻ 24-നോട് വ്യക്തമാക്കി. സിൽവർ ലൈൻ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നും വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞു. കൈവെട്ട് കേസിലെ മുഖ്യപ്രതി സവാദിനെ സംരക്ഷിച്ചത് CPIM ആണെന്നും 24-ന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ വി മുരളീധരൻ കുറ്റപ്പെടുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലമാണ് താൽപര്യമെന്ന് 24-ന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ തുറന്നു പറഞ്ഞു. എനിക്ക് ഏറ്റവും മത്സരിക്കാൻ താല്പര്യമുള്ള മണ്ഡലം ആറ്റിങ്ങലാണ്. പക്ഷേ അവസാനത്തെ തീരുമാനം പാർട്ടിയുടേതാണ്. താങ്കൾ സജ്ജമായി കഴിഞ്ഞു? ഞാൻ സജ്ജമാണ്. കേരളത്തിൽ നിന്ന് ബിജെപിക്ക് ഇത്തവണ MP ഉണ്ടാകും. വിജയം ഉറപ്പിക്കാനാണ് പ്രധാനമന്ത്രി തൃശൂരിലെത്തുന്നതെന്നും മുരളീധരൻ പറഞ്ഞു. സിൽവർ ലൈൻ പദ്ധതിക്ക് കേന്ദ്രാനുമതി ലഭിക്കില്ലെന്ന് 100% ഉറപ്പാണ്. റെയിൽവേ മന്ത്രിയുമായിട്ട് റെയിൽവേ വകുപ്പിലെ പ്രധാനപ്പെട്ട മറ്റു ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഞാൻ ചർച്ച ചെയ്തു. അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്കിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് ഇത് നടക്കില്ല. അതായത് കേന്ദ്ര അനുമതി കിട്ടില്ല. താങ്കൾ തീർത്തു പറയുകയാണ്? 100%. സിൽവർ ലൈൻ കേരളത്തിൽ വരില്ല. ആവശ്യമില്ല. കൈവെട്ട് കേസിലെ മുഖ്യപ്രതി സവാദിനെ ഒളിപ്പിച്ചത് CPIM-ന്റെ അറിവോടെയാണെന്നും വി മുരളീധരൻ ആരോപിച്ചു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തന മേഖലയായിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരാളെക്കുറിച്ച് അവർക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിശ്വസനീയമാണ്. പാർട്ടി ഗ്രാമങ്ങളാണ് അവിടെ. ആ പാർട്ടി ഗ്രാമത്തിൽ അവർക്ക് പരിചയമില്ലാത്ത ഒരാൾ 13 വർഷം താമസിച്ചിട്ട് അവരൊന്നും അന്വേഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി ഈ പറയുന്നത് നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അയോധ്യ വിഷയത്തിൽ ലീഗും സമസ്തയും കോൺഗ്രസിനെ പേടിപ്പിച്ചെന്നും വി മുരളീധരൻ കുറ്റപ്പെടുത്തി. സമസ്തയും ലീഗും പക്വമായ നിലപാടാണ് സ്വീകരിച്ചതെന്നായിരുന്നു ഇതിന് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. പക്വതയേറിയ തീരുമാനമാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും ഈ സയ്യദ് ജഫ്രി തങ്ങളൊക്കെ എടുത്ത തീരുമാനം. കാരണം ഒരു മുറിവും ഉണ്ടാക്കരുത്, ഒരു പോറൽ പോലും കേരളത്തിന്റെ ശരീരത്തിന് ഏൽക്കരുത് എന്നുള്ള ചിന്തയിൽ നിന്നാണ് അവരത് പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് 24.